ദേശീയ തലത്തിൽ വലിയ വാർത്തയായി വന്നതാണ് DLF. പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര BJPക്ക് നൽകിയ 170 കോടിയുടെ കഥ. പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങൾ അധികമൊന്നും അത് കൊടുത്തിട്ടില്ല. ദേശാഭിമാനി അടക്കമുള്ള 1-2 മാധ്യമങ്ങൾ മാത്രമാണത് വാർത്തയായി കൊടുക്കുന്നത്. പിണറായി വിജയൻ്റെ മകളുടെ 1,72,00,000 രൂപയുടെ വാർത്ത ഒരു മാസത്തോളം ചർച്ച ചെയ്ത ആൾക്കാർ ഇതൊന്നും കണ്ട ഭാവം കാണിക്കില്ല. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ദേശീയ തലത്തിൽ ഈ ഒരു സത്യം ജനങ്ങൾ അറിയുന്നത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടിയാണ്. അങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ആ വാർത്ത പുറത്തു വന്ന് ഇങ്ങനെ കണക്കുകൾ നോക്കുമ്പോഴാണ് റോബർട്ട് വാദ്ര വാങ്ങിയ 170 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ട് പോയിരിക്കുന്നത് BJPക്കാണ്. 2014 കാലത്ത് ഏറ്റവും അധികം BJPയുടെ പ്രവർത്തകർ ഉപയോഗിച്ചൊരു പേരായിരുന്നു റോബർട്ട് വാദ്ര. 2014 തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഗാന്ധി കുടുംബത്തിൻ്റെ അഴിമതിയുടെ കഥകൾ പറയുമ്പോൾ ആദ്യം വരുന്ന പേര് റോബർട്ട് വാദ്രയുടേതായിരുന്നു. പിന്നീട് ആ റോബർട്ട് വാദ്ര എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പിന്നീട് ഈ ബോണ്ടിൻ്റെ കഥ വന്നപ്പോഴാണ് അത് എങ്ങനെയാണ് ഒത്തുതീർപ്പായത് എന്ന കഥ ജനം അറിയുന്നത്. എന്തായാലും നമുക്ക് ഇത് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചോദിക്കാം. ഇപ്പോൾ തൽക്കാലം ഈ 170 കോടി രൂപ ബോണ്ട് നൽകി രക്ഷപ്പെട്ടു എങ്കിൽ പോലും ഇത് കോൺഗ്രസ്സിന് മുകളിൽ എപ്പോഴും ഒരു വാളായി കിടക്കുകയാണ്. അതായത് BJP പറയും, കോൺഗ്രസ് കേൾക്കും. കാരണം ഏത് സമയത്തും പൊടി തട്ടിയെടുക്കാവുന്ന രീതിയിലാണ് അമിത്ഷായും നരേന്ദ്രമോദിയും വാദ്രയ്ക്കെതിരെയുള്ള കേസുകളും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള കേസുകളും ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പോൾ കേജ്രിവാളിൻ്റെ അടക്കം വിഷയങ്ങൾ നമുക്ക് മുന്നിലേക്ക് ഇട്ടുതരുമ്പോൾ അവർ നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: ഞങ്ങളോട് നിങ്ങൾ അധികം ഏറ്റുമുട്ടാൻ നിൽക്കണ്ട, അങ്ങനെ വന്നാൽ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കൃത്യമായ മെസ്സേജാണ് ഇവിടെ ഉയർത്തിവിട്ടിരിക്കുന്നത്. പ്രചരണ ആയുധമായിരുന്നു, അതായത് ശരിക്കും BJPയുടെ പ്രചരണ ആയുധമായിരുന്നു ഈ റോബർട്ട് വാദ്ര. പല രൂപത്തിൽ പല ഭാവത്തിൽ BJP അത് ആഘോഷിച്ചു. BJPയുടെ IT സെല്ലുകളിലും എക്സിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലും എല്ലാം നമ്മൾ നോക്കുമ്പോൾ 2014 കാലയളവിൽ റോബർട്ട് വാദ്രയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ പിന്നീട് എപ്പോഴോ റോബർട്ട് വാദ്രയെ നമ്മൾ കാണാതായി, അല്ലെങ്കിൽ BJPയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പേര് പോലും പറയുന്നത് കേട്ടിട്ടേയില്ല. പിന്നീട് നമ്മളുടെ എല്ലാം ഓർമ്മ അത് മറവിയിലേക്ക് തള്ളിവിട്ടു. ഇപ്പോഴാണ് വീണ്ടും ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശം പുറത്തു വന്നപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് BJPയും റോബർട്ട് വാദ്രയും ഒത്തുതീർപ്പായെന്ന്. വെറുതെയല്ല ഒത്തുതീർപ്പായത്. 170 കോടി രൂപയാണ് റോബർട്ട് വാദ്ര BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി നൽകിയത്. BJPയുടെ കാരുണ്യത്താലാണ് ഇപ്പോൾ റോബർട്ട് വാദ്ര സ്വതന്ത്രമായി നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് സ്വതന്ത്രമായി നടക്കുന്നത്. ഇവർക്കെതിരെയുള്ള കേസുകൾ ഏത് നിമിഷവും BJPക്ക് പൊടി തട്ടിയെടുക്കാനാകും. ഭാവിയിലും കോൺഗ്രസിൻ്റെ എം പിമാർ ജയിക്കുന്ന എത്ര MPമാരാണോ അവർ പാർലമെൻറ്റിൽ പോയി എന്ത് നിലപാടെടുക്കണമെന്ന് BJP നിർദ്ദേശിക്കും. BJPയുടെ കേന്ദ്ര നേതൃത്വം പറയും. അതുപോലെ അനുസരിക്കുക എന്ന് മാത്രമാണ് കോൺഗ്രസിൻ്റെ MPമാർക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് എന്തുകൊണ്ട് നിശബ്ദമായി? രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തുകൊണ്ട് കോൺഗ്രസ് നിശബ്ദമായി? അവർക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാൻ കഴിയില്ല. അവരെ അവരെ ഒരർത്ഥത്തിൽ തടങ്കലിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ബോണ്ട് തുക ചെന്നതിന് ശേഷമാണ് ഈ വാദ്രയോടൊക്കെ അനുകൂലമായ ഒരു സമീപനം ഹരിയാനയിലെ BJP സർക്കാർ സ്വീകരിച്ചത്. എന്തായാലും അധികം സ്വാതന്ത്ര്യത്തോടുകൂടി ഇനിയുള്ള കാലങ്ങളിൽ BJP അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തോളം കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒപ്പം തന്നെ നമുക്കറിയാം, നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരായിട്ടുള്ള അന്വേഷണവും കോൺഗ്രസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ പോലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തയ്യാറാവുന്നില്ല എന്നുള്ളത് എത്ര ദുർബലമായ ഒരു നേതൃത്വമാണ് കോൺഗ്രസ്സിന് ഉള്ളത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനം ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ MPമാർ ലോക്സഭയിലേക്ക് പോകേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ ബോധ്യപ്പെടുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നതും അതാണ്. കോൺഗ്രസിൻ്റെ MPമാർ
ലോക്സഭയിലേക്ക് പോയാലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവർക്കൊന്നും പ്രതികരിക്കാൻ കഴിയില്ല. മുകളിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന്, രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ എല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ BJPയുടെ പ്രോംപ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എന്തായാലും നമുക്കിനി മറ്റൊരു വാർത്ത കൂടി ഒന്ന് നോക്കാം. ഇതേ വാർത്തയുടെ തന്നെ മറ്റു വിശദാംശം. BJPക്കെതിരെ ശക്തമായ ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുന്നത്. ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരെയുള്ള അഴിമതി കേസുകൾ ഇലക്ട്രൽ ബോണ്ട് നൽകി തൽക്കാലം പരിഹരിക്കാൻ സാധിച്ചുവെങ്കിലും ഏത് നിമിഷവും അത് ഉയർത്തിക്കൊണ്ടുവരാൻ BJPക്ക് കഴിയും. കോൺഗ്രസിനത് എപ്പോഴും ഭീഷണിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര BJPക്ക് നൽകിയ 170 കോടിയുടെ ബോണ്ട് കോൺഗ്രസിനെ രാഷ്ട്രീയമായി നിർജീവമാക്കുകയാണ് ചെയ്യുന്നത്. BJPക്കെതിരായി എന്തെങ്കിലും കടുത്ത നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ റോബർട്ട് വാദ്രയ്ക്കെതിരായ കേസുകൾ BJP ഏത് നിമിഷവും പുറത്തെടുക്കും. ചുരുക്കത്തിൽ കോൺഗ്രസിന് എത്ര MP-മാർ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടെങ്കിലും BJPക്കെതിരായ കടുത്ത നിലപാടിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയില്ല. പൗരത്വ നിയമ ഭേദഗതി, രാമക്ഷേത്ര പ്രതിഷ്ഠ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് നിശബ്ദത പാലിച്ചത് ഈ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുകയാണ് BJP ചെയ്തിരിക്കുന്നത്. അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയോ റായ്ബറേലിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിയോ തയ്യാറാകാത്തതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല. രാജ്യത്തിൻ്റെ തെക്കേയറ്റത്ത് വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പോലും കോൺഗ്രസിൻ്റെ അങ്ങേയറ്റം ദയനീയമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ആത്മവിശ്വാസമില്ലാത്ത നേതൃത്വമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലുമുള്ള ശേഷി ഇപ്പോൾ കോൺഗ്രസിനില്ല. കഴിഞ്ഞ 2 തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ച് തോറ്റ ആളെ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ് മത്സരത്തിന് ഇറക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ആരെങ്കിലും ജയിച്ചാൽ പോലും എത്ര കാലം അവർ കോൺഗ്രസിൽ ഉണ്ടാവുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചുരുക്കത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടാൽ അത് BJPക്കായിരിക്കും ഗുണം ചെയ്യുക എന്ന ധാരണയിലാണ് ജനങ്ങൾ. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരായ നാഷണൽ ഹെറാൾഡ് കേസും കോൺഗ്രസ് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നു. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്. ഭൂമി ഇടപാട് കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി റോബർട്ട് വാദ്രയിൽ നിന്ന് BJP ഇലക്ട്രൽ ബോണ്ട് വഴി 170 കോടി രൂപ വാങ്ങിയത് കേരളത്തിലും BJPക്ക് തിരിച്ചടിയാകുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ സുരേന്ദ്രൻ എത്തുമ്പോൾ പ്രിയങ്കയുടെ ഭർത്താവായ വാദ്രയിൽ നിന്ന് പണം വാങ്ങിയത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ ഒളിച്ചോടുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര ഉൾപ്പെട്ട ഭൂമിയിടപാട് കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി വദ്രയ്ക്ക് പങ്കാളിത്തമുള്ള DLF കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി 6 ഘട്ടങ്ങളിലായി 170 കോടി രൂപ BJPക്ക് കൈമാറിയതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. പണം കൈമാറിയതിന് പിന്നാലെ റോബർട്ട് വദ്രയ്ക്കെതിരായ നടപടികൾ BJP നേതൃത്വത്തിലുള്ള ഹരിയാന സർക്കാർ അവസാനിപ്പിക്കുകയും ചെയ്തു. ദേശീയതലത്തിൽ BJPയെ ഏറെ പിടിച്ചുകുലുക്കിയ ഇലക്ട്രൽ ബോണ്ട് വിവാദം കേരളത്തിലും BJP നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ നിയോഗിച്ചതോടെ വദ്രയുമായുള്ള പണമിടപാട് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ ഉരുണ്ടുകളി തുടരുകയാണ് സുരേന്ദ്രൻ. ചോദിക്കും, കോൺഗ്രസിൻ്റെ ആളെ പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ ആളല്ല, അവരോട് ചോദിക്കും പോയിട്ട്. വധേര കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്? തുടർച്ചയായി 2ാം ദിവസമാണ് സുരേന്ദ്രൻ ഇതേ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്. വദ്രയുടെ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയ വിവരം പുറത്തു വന്നതോടെ വയനാട്ടിൽ മത്സരരംഗത്തുൾപ്പെടെ ഒത്തുതീർപ്പ് ധാരണയായില്ലേ എന്ന ചോദ്യവും സുരേന്ദ്രന് നേരെ ഉയരുകയാണ്. വയനാട്ടിൽ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ DLF ഇലക്ട്രൽ ബോണ്ട് വിഷയത്തെക്കുറിച്ച് ദേശീയ നേതൃത്വം വിശദീകരിക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത അവസ്ഥയും സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. എന്തായാലും സുരേന്ദ്രന് ഈ വിഷയത്തിൽ മറുപടി പറയാനുള്ള ശേഷി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് പോലും കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി പറയുന്നുണ്ടോ എന്ന് സംശയം നമുക്കുമുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുരേന്ദ്രൻ കള്ളം പറയുകയാണ്.